ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോപൻ സ്വാമി ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അതായത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ആരും മറന്നിട്ടുണ്ടാവില്ല. നമ്മുടെ 2025 തന്നെ വളരെ വിവാദമായിട്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു. അതായത് സമാധിയായിരുന്നു. മരണമല്ല, സമാധിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധിയും ആയിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നതാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ സമാധി കല്ലറ പൊളിച്ചു, ആ ഒരു ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് വീണ്ടും അത് മഹാസമാധിയായിട്ട് ആ ഒരു സമാധിയും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ കുടുംബം വിചാരിച്ച പോലെ അങ്ങോട്ട് പരിപാടികളൊന്നും നടക്കുന്നില്ല എന്നതാണ് സത്യം കേട്ടോ. അതായത് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ ആയിക്കോട്ടെ അല്ലെ മക്കളായിക്കോട്ടെ, ഇവർ വിചാരിച്ചിരുന്നത് ഇങ്ങനൊരു സമാധി ചടങ്ങും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി കഴിയുമ്പോൾ ഇവർ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ മറവിൽ കുറച്ച് ബിസിനസ് തന്ത്രങ്ങൾ, ബിസിനസ് ടെക്നിക്കൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് ഭക്തർ അങ്ങോട്ട് എത്തും, അത് വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഒന്നുമില്ല. ആരും ആ ഒരു സമാധി കല്ലറ കാണാനോ അല്ലെങ്കിൽ അവിടെ ഭക്തരോ ഒന്നും തന്നെ ഇല്ല. ഇവരെന്തൊക്കെയോ മനക്കോട്ട കെട്ടി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ആ ഒരു മനുഷ്യൻ, പുള്ളിക്ക് എന്തോ അറ്റാക്ക് വന്ന മറ്റോ മരിച്ചതാണെന്ന് തോന്നുന്നു, പുള്ളിയെ എടുത്ത് അങ്ങ് സമാധി ഇരുത്തി. അവസാനം ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്ന് പറയുന്ന പോലെ ഒന്നുമില്ല. ഇവരെന്തോ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്നത്, അതായത് നമ്മുടെ ഓ എന്ന് പറഞ്ഞ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ആ അമ്മച്ചി പറയുന്നത് നല്ല 2 കറവ പശുക്കളെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനാ, പ്രയോജനമൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗ്ഗമായിരുന്നു 2 കറവ പശുക്കൾ. അതിനെയും വിറ്റിട്ടാണ് ഇതിൻ്റെ എന്തൊക്കെയോ ചിലവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഇവർ വിചാരിച്ചത് ഈ ഒരു സമാധിയൊക്കെ അവിടെ നടത്തി, ഭയങ്കര മഹാസമാധിയായിട്ടൊക്കെ അവിടെ നടത്തിയപ്പോൾ ഇതിൻ്റെ അത് നടത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പൈസയും ഫണ്ടൊക്കെ കിട്ടുമെന്ന് ഇവർ വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല. ഇവർ വിചാരിച്ച പോലെ ആ സമാധി കല്ലറ കാണാൻ അങ്ങോട്ട് ആരും എത്തുന്നില്ല. ഈ പറയുന്ന നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധി സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവിടെ ഭക്തരൊന്നും അവിടെ എത്തുന്നില്ല. എന്തായാലും കഷ്ടം തന്നെ അല്ലേ? എന്തൊക്കെയായിരുന്നു. സമാധിക്കല്ലറ സമാധിയായി, അച്ഛൻ സമാധിയായി, ഗോപൻ സ്വാമി സമാധിയായി, എന്തൊരു വിവാദമൊക്കെ ആയിരുന്നു. ആ മനുഷ്യൻ എന്തോ അറ്റാക്ക് വന്ന് മരിച്ചതായിരുന്നു. അതിന് മക്കളും ഭാര്യയും കൂടെ എടുത്ത് വെച്ച് സമാധിയാക്കി. ഇവർ വിചാരിച്ചെന്തുവാ, ഇതിൻ്റെ മറവിൽ കുറച്ച് തുട്ട് സമ്പാദിക്കാന്നാ മറ്റേ ഇവർ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല, ഒത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ ഭക്തരങ്ങോട്ട് ഒഴുകുമെന്നൊന്നും അറിയില്ല. എന്തായാലും മകൻ അവിടെ എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കാണാനും ആ ഒരു അനുഗ്രഹം ലഭിക്കാനോ ഒന്നും ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും കഷ്ടം തന്നെ. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? നിത്യപൂജ കാണും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. നിത്യപൂജ എല്ലാ ദിവസവും നിത്യപൂജ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയുണ്ട്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പുലർച്ചെ 3:30-4 മണി. വൈകുന്നേരം 6 മണിക്ക് പൂജ നിത്യവും കാണും. 2 നേരം പൂജയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ശുദ്ധികലശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും കേട്ടല്ലോ, 2 നേരം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളുപ്പിന് 3:30-4 മണിയാകുമ്പോൾ അവിടെ എന്താ പറയുക, പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ വൈകുന്നേരം 6 മണിക്കുണ്ട്. എല്ലാവർക്കും ദർശനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അങ്ങോട്ടേക്ക് എത്തണമെന്നാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ പ്രതിഷ്ഠയൊക്കെ നടത്താൻ പോകണം. അതായത് ഈ ശിവലിംഗമൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനൊക്കെ നല്ല ചിലവാണ്. ഇവർ വിചാരിച്ചത് ഈ ഒരു സമാധി കല്ലറ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഇത് കാണാൻ ആൾക്കാരെത്തും, ഭക്തരെത്തും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്തായാലും അറിയില്ല. ഇനിയിപ്പോൾ ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഭക്തരെത്തുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇവർ വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ലോകത്തിലെ തന്നെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഒരു ദൈവമായിട്ട് നമ്മുടെ ഗോപൻ സ്വാമി അറിയപ്പെടുന്നു. എന്തൊക്കെയായിരുന്നല്ലേ. അയാളെ സമാധി ഇരുത്തുന്നു. മക്കൾ പറയുന്നു അച്ഛൻ സമാധിയായെന്ന്.
മൊത്തത്തിൽ ദുരൂഹതകളായിരുന്നു. അമ്മ ഒരു രീതിയിൽ പറയുന്നു, മക്കൾ രണ്ടുപേരും രണ്ട് രീതിയിൽ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത വന്നതുകൊണ്ടാണ് ആ ഒരു കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴോ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവിക മരണമാണ്. അതായത് ഒരുപക്ഷെ അറ്റാക്ക് വന്നോ അങ്ങനെ എന്തോ രോഗസംബന്ധമായിട്ടുള്ള മരണമാണ്. പക്ഷെ ഇവർ പറയുന്നത് അദ്ദേഹം അവിടെ പോയി ഇരുന്ന് സ്വയം സമാധി ആയതാണെന്നാണ് പറയുന്നത്. അതിലിപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് പൂജയുണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ? പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാവർക്കും വരാവോ? ഇങ്ങനെ എല്ലാവർക്കും വരാം. പ്രതിഷ്ഠയ്ക്ക് മുമ്പേ വരാം, പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിലവിൽ ആർക്കും വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും എത്താം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? പിന്നെ 6 മണി 7 മണിയൊക്കെ നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആകുമ്പോഴത്തേക്കും, അതായത് പിന്നെ ഏകദേശം 8 മണിയോളം ക്ഷേത്ര നട തുറന്നിരിക്കും. രാത്രി 8 മണി വരെ. വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ 8 മണി കഴിയും അമ്പലം അടങ്ങി. ഇവിടെ ക്ഷേത്ര നിത്യ നട തുറന്നു കഴിയും. രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30 ദർശനം, നിർമ്മാല്യ ദർശനം. നിത്യ നട തുറക്കുമ്പോഴോ ആ സമയം മുതൽ വരാം. എല്ലാവരും കേട്ടല്ലോ, മകൻ പറഞ്ഞത് കേട്ടല്ലോ. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമില്ല. ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ, അല്ലെ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവർക്കും നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധി കല്ലറ കാണാനും അവിടെ ദർശനം നടത്താനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം. അതുപോലെ തന്നെ അവിടെ പ്രതിഷ്ഠയൊക്കെ നടത്താൻ പോവാണ്. പ്രതിഷ്ഠയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചെല്ലാം, അവിടെ അനുഗ്രഹം കിട്ടും. എന്താ പറയുക, വിശ്വാസമുള്ളവർക്ക് എല്ലാം അവിടെ ചെല്ലാം. നമ്മുടെ ഗോപൻ സ്വാമിയുടെ കല്ലറ, ആ ഒരു സമാധി കല്ലറ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാമെന്നാണ് മകൻ പറയുന്നത്. എന്തായാലും കൊള്ളാം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകുമോ എന്നറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇനി വിശ്വാസികൾ എത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരിക്കും നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറയിലേക്ക് ഭക്തരെത്തുവോ, അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ആൾക്കാർ അങ്ങോട്ട് വിശ്വാസത്തോടെ എത്തുമോ എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ നമുക്കറിയാം.